എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി. മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. അപ്പോ ദൈവത്തെ അന്വേഷിക്കാൻ താല്പര്യമുള്ള കുറച്ചു പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്, അല്ലെ? ആത്മീയതയുടെ ഓരോ വഴികൾ അന്വേഷിച്ചു പോകുന്നവര് ദൈവം എന്നുള്ളവരിടത്ത് എത്തുമ്പോ പിടികിട്ടാതെ നിന്നു പോകാറുണ്ട്. ദൈവം എന്ന് പറയുന്ന ആ ഒന്ന് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒന്നല്ല. പലപ്പോഴും പല വിധത്തിലുള്ള ദൈവ സങ്കല്പങ്ങളുണ്ട്. ദൈവമുണ്ടെന്നുള്ള സങ്കല്പം, ദൈവമില്ലെന്നുള്ള സങ്കല്പം, ദൈവം വ്യക്തിയാണെന്നുള്ള സങ്കല്പം, വ്യക്തിയല്ല സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള സങ്കല്പം. അങ്ങനെ പലതരം സങ്കല്പങ്ങളാണ് ദൈവത്തെക്കുറിച്ച്. അപ്പോ നമ്മളിവിടെ സംസാരിക്കുന്നത് പ്രകൃത്യാത്മീയതയുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ്. പ്രകൃതിയുടെ ആത്മീയത ഈ വിഷയത്തെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിതിനെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു വ്യാഖ്യാനമാണ് ഇവിടെ തരിക. സാധാരണ രീതിയിൽ ദൈവവിശ്വാസിക്കോ, അതായത് പ്രതിപക്ഷത്തെക്കുറിച്ച് അറിയാവുന്ന ദൈവവിശ്വാസിക്കോ, ഈ കണ്ണടച്ച് ഇരിക്കുന്ന ദൈവവിശ്വാസിക്കല്ല, അതുപോലെ പ്രതിപക്ഷമുണ്ടെന്ന്, പ്രതിപക്ഷത്തിന്റെ ഒരു വഴി എന്താണെന്ന് അറിയാവുന്ന ഒരു ദൈവനിഷേധിക്കോ ഒക്കെ നമ്മൾ ഈ പ്രകൃത്യാത്മീയതയുടെ തലത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ പൂർണ്ണമായിട്ട് നിഷേധിക്കേണ്ടി വരാറില്ല. കുറച്ചൊക്കെ നിഷേധിക്കും. കാരണം അവനവന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതെല്ലാം ഇല്ല എന്നുള്ളതാണല്ലോ നമ്മുടെ സങ്കല്പം, അല്ലെ? നമ്മുടെ അറിവാണ് നോർമൽ ആയിട്ടുള്ളത്. നമ്മുടെ അറിവിലും അപ്പുറത്തുള്ള കാര്യങ്ങൾ നോർമൽ അല്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ വിഭാവനങ്ങളിൽ ഓരോരുത്തർക്കും വ്യക്തി എന്ന സങ്കല്പം, ദൈവം അരൂപിയാണെന്ന സങ്കല്പം, രൂപമുണ്ടെന്നുള്ള സങ്കല്പം, തത്വമാണെന്നുള്ള സങ്കല്പം, അങ്ങനെ ഒന്നേ ഇല്ല എന്നുള്ള സങ്കല്പം ഒക്കെ. ഈ അങ്ങനെ ഒന്നേ ഇല്ല എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും മനസ്സിനെ നിഷേധിക്കാറുണ്ട്. മനസ്സെന്നുള്ളതൊന്നില്ല. കാരണം ഭൗതികമായ രാശികങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് ചേർന്നതാണ് ഒരു വസ്തു എന്ന് വിശ്വസിക്കുന്നു. ആ വസ്തുവിന്റെ ഈ രാസപ്രവർത്തനങ്ങളെയാണ് മനസ്സെന്ന് പറയുന്നത്. ഈ രാസപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് പോലും അവർക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. ജീവൻ എന്നുള്ളത് ഉണ്ടെന്ന് പേരിന് പറയാമെങ്കിലും ജീവൻ എന്താന്ന് പറയാൻ അറിയാത്ത കുറച്ചു പേർ. അപ്പൊ അങ്ങനെയുള്ളവര് ദൈവം എന്നുള്ളതിനെയും അങ്ങനെ തന്നെയാണ് കരുതുക. ഇനി ഈ ജീവൻ എന്ന് പറയുന്നതിന് ആത്മാവ് എന്ന് പറയുന്ന ഒരു പേരിട്ട് വിളിക്കുന്ന മറ്റൊരു കൂട്ടർ. അപ്പൊ ആത്മാവ് എന്ന് പറയുന്ന ആ ഒന്ന് ഇങ്ങനെ ജീവിച്ചു തുടങ്ങി, ജീവി ഉണ്ടായി കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ എവിടെ നിന്നോ ചാടി അകത്തേക്ക് കയറും. പിന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിയുമ്പോൾ ചാടി പുറത്തേക്ക് പോകുമെന്ന് പറയുന്ന, ചാടിപ്പോകുന്ന ഒരു ആത്മാവിനെ കുറിച്ചും, ചാടി പോകുന്ന ഒരു ആത്മാവിനെ കുറിച്ച്, പുനർജന്മങ്ങളിലൂടെ ചാടിപ്പോകുന്ന ഒരു ആത്മാവിനെ കുറിച്ച് പറയുന്ന വിശ്വാസികളുടെ ഒരു ലോകം. എങ്ങനെ ഈ രണ്ടിടത്തിന്റെയും ഇടയിലാണ് നാരായണ ഗുരു പറഞ്ഞതുപോലെ നീയല്ലോ സൃഷ്ടിയായതും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. എനിക്ക് ആ വരി കൃത്യമായിട്ട് ഓർമ്മയില്ല. അതുപോലെ ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഒന്നിന്റെ വിവിധ വകഭേദങ്ങളാണെന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ പ്രകൃത്യാത്മീയത എന്നുള്ള സമീപനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്ന ഒരവസ്ഥയല്ല, അതിനെ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ ഇതിനെ സമീപിക്കുന്നത് എന്ന് ആദ്യം തന്നെ ഒരു മുഖവുരയായിട്ട് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും പുതിയ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞേ പറ്റും. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം ഇതായിരുന്നല്ലോ, നാം ഏതു പ്രായത്തിലാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്? ഈ പ്രായമായി കഴിഞ്ഞാലാണ് ദൈവവിചാരം വരിക. ചെറുപ്പത്തിലൊന്നും, പ്രത്യേകിച്ചും വളരെ ചെറിയ കാലത്തിൽ അച്ഛനമ്മയും പറയുന്നതിന്റെ പുറകെ നടക്കുന്ന സമയത്ത് അവരെന്ത് വിശ്വസിക്കുന്നു അത് നമ്മൾ വിശ്വസിക്കും. ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഉണ്ടെന്ന്, ഇല്ലെന്ന് വിശ്വസിച്ചാൽ ഇല്ലെന്ന്, ഉരുണ്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ, പരന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ, എങ്ങനെ വിശ്വസിക്കുന്നു ആ വിശ്വാസം നമ്മൾ എടുക്കും. യുക്തിവിചാരം തുടങ്ങി സുഹൃത്തുക്കളുമൊക്കെയായി, പുസ്തകങ്ങളുമൊക്കെയായി, വിദ്യാഭ്യാസമായി, സങ്കേതങ്ങളായി
പുതുലോകത്തേക്ക് തുറന്നു വെക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ വിചാരങ്ങളിൽ മാറ്റം വരും. പിന്നെ ദൈവത്തെക്കുറിച്ച് നമ്മുടെ തോന്നിയ അവസ്ഥയിലുള്ള ഒരു വിചാരമാണ് ഉണ്ടാവുക. ആ വിചാരത്തെ നിയന്ത്രിക്കുന്നത് പൊതുസമൂഹം, മുഖ്യധാര, കൺസ്യൂമറിസം, വിദ്യാഭ്യാസം, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അവർ എവിടെയാണ് ഇടപെട്ടു പോകുന്നത്, കൂടുതൽ ഇടപെട്ടു വരുന്നത്, അവിടെ ആ ഭാഗത്താണ് അത് കൂടുതൽ അവരുടെ വിശ്വാസങ്ങൾക്ക് കാരണമാകുക. ഒരു വീട്ടിലെ തന്നെ 4 മക്കൾ ഉണ്ടെങ്കിൽ 4 മക്കൾക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വരാൻ സാധ്യതയുള്ളത് ഈ വിധത്തിൽ ഓരോരുത്തരും അവരുടെ പിയർ ഗ്രൂപ്പിനെ വ്യത്യസ്തമായിട്ട് ഇടപെടുന്നു, പിയർ ഗ്രൂപ്പുമായിട്ട് വ്യത്യസ്ത ഇടങ്ങളിൽ വെച്ച് ഇടപെടുന്നു എന്നുള്ളതൊക്കെ കൊണ്ടാണ് ആയിരിക്കണം. മാത്രമല്ല ഓരോരുത്തരുടെ യുക്തി, ശേഷി തുടങ്ങിയ കാര്യങ്ങൾ വ്യത്യാസം അവിടെ ഇരിക്കട്ടെ. അപ്പോ ഈ ചെറുപ്പത്തിലൊന്നും ഈ ദൈവത്തെക്കുറിച്ചുള്ള അങ്ങനെ ഒരു വിചാരിക്കേണ്ട ഒരു കാര്യമാണെന്ന് മിക്കവാറും പേർക്ക് അറിയില്ല എന്നല്ല, അങ്ങനെ തോന്നില്ല. കുറെ പ്രായം ഇങ്ങനെ ചെന്ന് കഴിയുമ്പോ, സാധാരണ സൊസൈറ്റിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, കുറെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ജീവിതത്തിലെ പല അനുഭവങ്ങളും വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ യുക്തി കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല ജീവിതത്തിലെ പലതും എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് പതുക്കെ ആ നമ്മൾ കൂട്ടിയാൽ കൂടാത്തതിനെ കൂട്ടുന്നത് എന്താണ്, നമ്മൾ കണക്ട് ചെയ്തിട്ട് കണക്ട് ആകാത്ത സംവിധാനത്തെ കണക്ട് ചെയ്ത് നിർത്തുന്നത് എന്താണ് എന്നുള്ള ഒരിടത്താണ് നമ്മുടെ മതത്തിൽ, നമ്മൾ ജനിച്ചു വളർന്നത് ഏത് മതവും ആ മതത്തിൽപ്പെട്ട നമ്മുടെ വിശ്വാസങ്ങൾ എവിടെയാണോ ചേർന്നത് അതിൽപ്പെട്ട ഒരു ഈശ്വരനെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തിപ്പോവുക. അപ്പോ അങ്ങനെ ഈശ്വരനെ അന്വേഷിച്ചു പോകുന്ന ഒരിടത്ത് ഒരു പ്രത്യേക പ്രായത്തില് നമുക്ക് ദൈവം എന്താണെന്നുള്ളൊരു അന്വേഷണം തുടങ്ങും. അപ്പോ ആ അന്വേഷണം എവിടെ ആണ്? അപ്പൊ നമ്മൾ അതിന് പറഞ്ഞ മറുപടി ഇതാണ്. അതായത് ഏത് പ്രായത്തിലാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടതെന്ന ചോദ്യത്തിന് മറുപടിയായി നമ്മൾ പറഞ്ഞു, പ്രായമല്ല, പാകമാണ് കാര്യം. ദൈവത്തെ അന്വേഷിക്കാൻ ഒരു പാകം വരണം. പാകമായാലേ അന്വേഷിക്കുന്നത് പോലും ആ പാകമാകുമ്പോഴാണെന്ന് പറയുന്നത്. അപ്പൊ ആ ദൈവത്തെ അന്വേഷിക്കേണ്ട പ്രായം എന്താണ് എന്നതാണ് നമ്മുടെ വിഷയം. അപ്പൊ ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ടൈറ്റിൽ പറയുന്ന ദൈവത്തെ അന്വേഷിക്കേണ്ടുന്ന പ്രായം എന്ന് പറയുന്നതിലെ പദങ്ങളെ തന്നെ നമ്മൾ ആദ്യം പരിചയപ്പെടണമല്ലോ. അപ്പോ ദൈവം എന്ന് പറയുന്നത് എന്താണ് എന്നത് പ്രകൃത്യാത്മകതയുടെ കാഴ്ചപ്പാടിൽ നമുക്കൊന്ന് സമീപിച്ചു നോക്കാം. ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറയുന്നതിന് വ്യത്യസ്ത അർത്ഥതലങ്ങളുള്ളതായിട്ട് തമിഴ് സാഹിത്യം പറയുന്നുണ്ട്. മലയാളത്തില് അതൊക്കെ ദൈവവും ഈശ്വരനും ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ് ഉപയോഗിക്കുക. തമിഴില് ഇതിനൊക്കെ വ്യത്യസ്ത രൂപങ്ങൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും നമ്മളിവിടെ ദൈവം എന്ന് പറയുന്ന ആ ഒന്നിനെ നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത് പ്രകൃത്യാത്മകതയുടെ അന്വേഷണത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ ഉണ്ടായ തിരിച്ചറിവുകൾ വെച്ച് നമ്മൾ ഇവിടെ പരിഭാഷപ്പെടുത്തുന്നത് അതിജൈവം എന്ന രൂപത്തിലാണ്. ഇവിടെ സ്ഥിരം വരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ബോറടിക്കാം, എങ്കിലും പുതിയ ആളുകൾ ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാണ്. കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള നമ്മുടെ രൂപീകരണത്തെക്കുറിച്ച്, പ്രപഞ്ച സംവിധാനത്തെക്കുറിച്ച് നമുക്കറിയാവുന്നത്. ഈ പ്രപഞ്ച സംവിധാനം എന്ന് വെച്ചാൽ പ്രപഞ്ചം വിശിഷ്ടമായി 5 രൂപത്തിലായി നിൽക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ 5 രൂപങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ 5 രൂപത്തിൽ ഭൗതികമായി തൊട്ടറിയാൻ കഴിയുന്നവയെ വെച്ച് മാത്രമാണല്ലോ നമുക്ക് കാര്യങ്ങൾ അനുമാനിക്കാൻ കഴിയുക. അതുകൊണ്ട് ഭൗതികമായ ഇതിനെക്കുറിച്ച് മാത്രം ഇവിടെ പറയുന്നു. അത് വെച്ച് നോക്കുമ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്ന മഹാസംവിധാനത്തിന്റെ ആ ഭൗതിക രൂപത്തിനകത്ത് ഗാലക്സികൾ ഉണ്ടെന്നും ഗാലക്സികൾക്കകത്ത് സൗരയൂഥങ്ങൾ ഉണ്ടെന്നും അതിൽ എന്ന ഗ്രഹത്തിന്റെ അകത്ത്, ഭൂമിക്ക് പുറത്തല്ല, ഭൂമിക്കകത്ത് ജീവരാശിയുണ്ടെന്നും അതിനകത്ത് മനുഷ്യരാശിയുണ്ടെന്നും അതിനകത്ത് മനുഷ്യനുണ്ടെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, അല്ലാതെ നമുക്ക് അറിയാം, നമ്മൾ പോയി അന്വേഷിച്ച് കണ്ടെത്തിയതല്ല. നമുക്ക് ഇതിങ്ങനെയാണെന്നുള്ളൊരു ധാരണയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ധാരണയുണ്ട്, നമുക്കകത്ത് അവയവങ്ങളുണ്ടെന്ന്. നമ്മളാരും ഹൃദയം പോയി കണ്ടിട്ടില്ല, നമ്മളാരും ഈ കീറി മുറിക്കാൻ പഠിച്ച ഡോക്ടർമാരില്ല. അതുകൊണ്ട് നമുക്ക് ശരീരത്തിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയില്ല. നമ്മളതങ്ങനെ വിശ്വസിക്കുകയാണ്. നമുക്കകത്ത് അവയവങ്ങളുണ്ട്, അവയവങ്ങൾക്കകത്ത് പേശികളുണ്ട്, പേശികൾക്കകത്ത് കലകളുണ്ട്, കലകൾക്കകത്ത് കോശങ്ങളുണ്ട്, കോശങ്ങൾക്കകത്ത് കോശാന്തര ഘടകങ്ങളുണ്ട്.
തന്മാത്രകളുണ്ട്. തന്മാത്രകൾക്കകത്ത് അണുക്കൾ അല്ലെങ്കിൽ ആറ്റങ്ങളുണ്ട്. അവയ്ക്കകത്ത് സബാറ്റോമിക് കണങ്ങൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ ഉണ്ട്. അപ്പോ പ്രപഞ്ചം മുതൽ ഈ പ്രോട്ടോൺ വരെയുള്ള എന്താ പറയാ ഈ ഒരു ക്രമീകരണമുണ്ടല്ലോ, ഇങ്ങനെ ഒന്നിനു ശേഷം ഒന്നായിട്ട് ഒന്നിനകത്ത് ഒന്നായി വരുന്ന ഈ ക്രമീകരണമുണ്ടല്ലോ, ഇതില് ഞാൻ എന്ന് പറയുന്നതിന്റെ അകത്തും പുറത്തുമുള്ളതിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്തിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് അകത്തുള്ളത് വേറൊരു ലോകം, എനിക്ക് പുറത്തുള്ളത് വേറൊരു ലോകം. കാരണം നമ്മുടെ അനുമാനം, നമ്മൾ ഇതിനെ കണക്കാക്കുന്നതിന്റെ അനുമാന സൂചിക അല്ലെങ്കിൽ അനുമാന സ്ഥലം എന്ന് പറയുന്നത്, ഇപ്പോ ഞാൻ എന്റെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ, ഇപ്പൊ ഞങ്ങളുടെ തത്തമംഗലത്ത് മേട്ടുപ്പാളത്ത് ബസ് സ്റ്റോപ്പിൽ മേട്ടുപ്പാളയം 0 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 0 എന്ന് എഴുതി വെച്ചാൽ ആ 0 എന്ന് എഴുതി വെച്ചതാണ് ഞാൻ. ഇതിന്റെ അപ്പുറത്തേക്ക് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുന്തോറും പിന്നെ ഈ നമ്മളിപ്പോ നമ്മുടെ പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാന്, എന്റെ കുടുംബം, എന്റെ ദേശം, എന്റെ അംശം അല്ലെങ്കിൽ എന്താ എന്റെ വില്ലേജ്, അതിനുമപ്പുറത്ത് എന്റെ ജില്ല, ഇങ്ങനെ നമ്മൾ ദൂരത്തേക്ക് പരന്നു പോകുന്നുണ്ടല്ലോ. അത് പരന്നു പോകുമ്പോഴാണ്, മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ, എനിക്ക് പുറത്ത് എന്റെ കുടുംബം, അതിന് പുറത്ത് സമൂഹം, അതിന് പുറത്ത് മനുഷ്യ സമൂഹം, അതിന് പുറത്ത് ജീവസമൂഹം അല്ലെങ്കിൽ ജീവരാശി, അതിനകത്ത് ജൈവരാശി, പിന്നെ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ജൈവ വൈവിധ്യം, പിന്നെ അതിനെയും ഉൾക്കൊള്ളുന്ന ഭൂമി എന്ന രീതിയിൽ നമ്മൾ അതിനെ വിപുലപ്പെടുത്തി കാണേണ്ടി വരും. ഇതിനകത്തോ എനിക്കകത്ത് എന്റെ അവയവങ്ങൾ, അവയ്ക്കകത്ത് എന്നുള്ള ആ ഒരു ക്രമത്തിൽ കാണേണ്ടി വരും. ഇത് നമ്മൾ ഇവിടെ നിന്നും രണ്ടിനെയും വേർതിരിച്ച് കാണുന്ന സമയത്ത് അതും ഇതും വേറെ എന്നുള്ള രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കലിന്റെ പ്രശ്നമാണ്. പക്ഷെ ക്രമം പ്രപഞ്ചം മുതൽ ഈ പ്രാഥമിക മൂലവസ്തു വരെയും ആ കൂടുകൾക്കകത്ത് കൂടുകളായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ എന്നുള്ളത് ഉണ്ടാകുന്നത് എന്റെ ഉപരിവ്യവസ്ഥയുടെ, അതായത് ഞാൻ ഇപ്പോ ജീവരാശിയുടെ എന്നുള്ളത് നമ്മൾക്ക് പറയാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇതിന്റെ ഇടയിലുള്ള പല തലങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഭൂമി എന്ന ഒരു ജൈവ സംവിധാനത്തിന്റെ, ജൈവ വൈവിധ്യ സംവിധാനത്തിന്റെ അകത്തെ ഒരു കോശമാണ് ഞാൻ എന്ന് വിചാരിക്കുക. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുക. അപ്പോ ഭൂമിയുടെ അകത്ത് എന്തൊക്കെ നടക്കണം എന്നുള്ളത് ഭൂമിയുടെ ആവശ്യമാണ്. ആ ഭൂമിയുടെ ആവശ്യത്തിനനുസരിച്ച് ഭൂമിക്കകത്ത് പലതരം രൂപീകരണങ്ങൾ നടക്കും. ആ രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉണ്ടാകുന്നത്. ഇത് ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. അതായത് എന്റെ ശരീരത്തിനകത്ത് എന്റെ ശരീരപ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കരൾ എന്നുള്ളൊരു അവയവമുണ്ട്. ഈ കരൾ എന്നുള്ള അവയവത്തിലേക്ക് നമ്മൾ അനുചിതമായത് കൊടുത്താൽ കരള് കേടുവരാൻ തുടങ്ങും. ഉചിതമായത് കൊടുത്തു കഴിഞ്ഞാൽ കേടുവന്ന സ്ഥലത്തു നിന്ന് നന്നാകാൻ തുടങ്ങും. ഈ കേടുവരുത്തുന്നതും നന്നാക്കുന്നതും, കേടായിരിക്കുന്നതിനെയൊക്കെ നന്നാക്കാൻ പ്രേരിപ്പിക്കുന്നതും നന്നാക്കിക്കൊണ്ടേയിരിക്കുന്നതും ശരീരം തന്നെയാണ്. ശരീരത്തിന്റെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവത്തിന്റെ പേരാണ് ജീവൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. കാരണം എന്താ പറയുക, നമുക്ക് നമ്മുടെ ശരീരത്തിനൊരു കേട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വെളിയിൽ പോയി ഒരു ഡോക്ടറെ കണ്ട് അയാളിൽ നിന്നും മരുന്നും വാങ്ങി കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരം അത്തരത്തില് ക്രമീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം, അല്ലെ? നമ്മൾ പൊതുസമൂഹത്തിന്റെ കാര്യം പറയണേ, എല്ലാവരുടെയും കാര്യമല്ല. നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിന് വെളിയിലേക്ക് പോയി നമ്മുടെ ശരീരത്തിന്റെ വെളിയില്, വീടിന്റെ വെളിയില്, നമ്മുടെ ദേശത്തിന്റെ വെളിയിൽ ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ ഒരു ആശുപത്രിയിലെ വൈദ്യനെ കണ്ട് അയാളിൽ നിന്നും കുറെ മരുന്ന് വാങ്ങിച്ച് കഴിച്ച്, ആ മരുന്നൊക്കെ എവിടെ നിന്ന് വരുന്ന, മണ്ണിന്റെ അടിയിൽ നിന്ന് വരുന്നതാണോ ആകാശത്ത് നിന്ന് വരുന്നതാണോ നമുക്കറിയില്ല, അതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറുന്നു എന്ന് നമ്മുടെ വിശ്വാസം. നമ്മുടെ ശരീരത്തിന്, ആ ശരീരത്തെ ഉരുവാക്കിയ ജീവനാണ് ശരീരത്തെ ചികിത്സിക്കുന്നത്, മരുന്നല്ല, ചികിത്സകനല്ല, ആശുപത്രിയല്ല, നമുക്കറിയില്ല. അപ്പോ ശരീരത്തിന്റെ സ്വയം പ്രവർത്തന സംവിധാനത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല. അങ്ങനെയുള്ളപ്പോ ഭൂമിയുടെ സ്വയം പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കറിയും. ഭൂമിയുടെ സ്വയം പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കറിയില്ല. ഭൂമിക്ക് എന്ത് കേടുവരുത്തി, നമ്മളെല്ലാവരും ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നടക്കുന്നവരാണ്, അല്ലെ? ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞു നടക്കുന്നവർ. ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും. ഭൂമിയാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതിനനുസരിച്ച് വഴങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പരിസരത്തൊന്നും ആക്കാതെ ഉണ്ടാക്കാതിരുന്ന് നമുക്ക് കൊള്ളാം എന്നുള്ളതാണ് അതിന്റെ ഒരു അവസ്ഥ. അതിനു പകരം നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നടക്കുന്നു. അപ്പോ എന്റെ ശരീരത്തിൽ ഒരു അസുഖം വന്നാൽ ആ അസുഖത്തെ വരുത്തിയത് എന്റെ പ്രവർത്തനങ്ങളാണ് എങ്കിൽ ആ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചാൽ ശരീരം അത് സുഖപ്പെടുത്തിക്കൊള്ളും എന്ന കേവല ജീവശാസ്ത്രം നമുക്കറിയില്ല. ഈ കേവല ജീവശാസ്ത്രം അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ശരീരം ഉരുവാക്കിയതും ശരീരത്തെ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നതും ജീവൻ എന്ന പ്രതിഭാസമാണ്. ജീവൻ എന്ന പ്രതിഭാസത്തെ നമുക്ക് സാങ്കേതികമായി, ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ
സെൽഫ് ഓർഗനൈസേഷൻ, സ്വയം സംഘാടനം എന്ന് വിളിക്കാം. ഈ സ്വയം സംഘാടനത്തിൽ സ്വയം സംഘാടനം, സ്വയം പരിചരണം, സ്വയം സംരക്ഷണം, സ്വയം വംശീകരണം എന്നുള്ള ഉപസ്വഭാവങ്ങളുണ്ട്. അപ്പോ ജീവൻ എന്നുള്ളത് ആ സ്വയം പ്രവർത്തന സംവിധാനമാണ്. ആ ജീവനുള്ളത് ആർക്കാ? എനിക്കാണ്, എന്റെ അവയവങ്ങൾക്കാണ്, എന്റെ കോശങ്ങൾക്കാണ്. അപ്പോ എനിക്ക് അതുണ്ടെങ്കിൽ ഞാൻ ഏത് സംവിധാനത്തിന്റെ അകത്ത് ജീവിക്കുന്നോ അതിന് ജീവൻ ഉണ്ടാകുന്നു നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഭൂമി മൃതമാണെന്ന് കരുതുന്നവരാണ് നമ്മൾ. ഭൂമി എന്നുള്ളത് മണ്ണാണ്, മണ്ണിന് ജീവനില്ല എന്ന് കരുതുന്നവരാണ്. അപ്പോ ഞാൻ എന്ന് പറയുന്ന സംവിധാനത്തെ സ്വയം പ്രവർത്തിപ്പിക്കുന്ന ആ സ്വയം സംഘാടകത്വം, സെൽഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ, അതിനെ കരുതി വെച്ചിട്ടുള്ള, ഈ ശരീരത്തെ പേര് വെച്ചിട്ടുള്ള ഗർഭപാത്രമായിട്ടുള്ള പ്രകൃതി അഥവാ ഭൂമി എന്ന ഒരു വലിയ ജൈവ വ്യവസ്ഥയ്ക്ക് അകത്താണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ അതിന്റെ ഭാഗമാണ്. എന്റെ സ്വയം പ്രവർത്തന സംവിധാനവും അതിന്റെ ഭാഗമാണ്, ഭൂമിയുടെ ഭാഗമാണ്. അപ്പൊ ഭൂമി എന്ന ശരീരത്തെയാണ് നമ്മൾ സാധാരണ പ്രകൃതി എന്ന് വിളിക്കുക. നമ്മൾ പൊതുവെ പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിൽ പരിപാടി നടത്തുമ്പോൾ ഒരുപാട് പേരോടെ വരുന്നത് എന്തുകൊണ്ടാ? പ്രകൃതിയെ കാണാൻ. അവനവൻ നിൽക്കുന്നിടത്ത് പ്രകൃതി ഇല്ലേ? എല്ലായിടത്തും പ്രകൃതി ഉണ്ട്. പക്ഷെ പ്രകൃതി എന്ന് പറയുന്നത് വനമാണ്, ചെടിയാണ്, കൊടിയാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ കാണുന്ന ഭൂമി എന്ന് പറയുന്നത് പ്രകൃതി എന്ന രൂപത്തിലാണ് നമുക്ക് മനസ്സിലാവുക, അല്ലെ? മണ്ണെന്ന രൂപത്തിൽ, മരം എന്ന രൂപത്തിൽ, ആകാശം എന്ന രൂപത്തിലാണ് നമുക്ക് മനസ്സിലാവുക. ഇതിന്റെ അകത്ത് ജീവിക്കുന്ന നമുക്ക്, അതിന്റെ ഭാഗമായിരിക്കുന്ന നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ, ഈ ജീവനുണ്ട്, നിങ്ങൾക്ക് ജീവനുണ്ട് നിങ്ങൾ അംഗീകരിക്കണമെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യം ഇനി മനസ്സിലാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ജീവനില്ല, നിങ്ങളൊരു യന്ത്രമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറൊരു മെക്കാനിക്കിന്റെ അടുത്ത് പോയിട്ട് അയാൾ ഞെട്ടുമ്പോൾ തൊട്ട് മുറുക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് വിചാരിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവണമെന്നില്ല. ഇപ്പോ നമുക്ക് മനസ്സെന്നൊരു സംവിധാനമേ ഇല്ല, എല്ലാം ന്യൂറോണുകളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാവുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതിനെ സാങ്കേതികമായി വിശദീകരിക്കുന്നവരുണ്ട്. നമുക്ക് അവരോടൊന്നും പറയാനില്ല. ജീവൻ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ സിസ്റ്റം ആണെന്ന് പറയുന്നവരുണ്ട്. അവരോടൊന്നും നമുക്ക് ഇത് പറയാനില്ല. ഇതെല്ലാം ജീവനല്ല, ഇതെല്ലാം അവിടെ വെളിയിൽ നിന്നും ഇങ്ങനെ ഊതിത്തരുന്നതാണ്. അവിടെ നിന്നും ഇങ്ങനെ അവിടെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായി, ഉണ്ടാകണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാകാതെ പോകുന്നു എന്ന് പറയുന്ന രീതിയിലുണ്ട്. ഈ ജീവൻ എന്നുള്ളത് ഒരു ഉരുണ്ടിരിക്കുന്ന സാധനമാണ്. അതിങ്ങനെ ചാടി അകത്തേക്ക് വരും, ചാടി വെളിയിലേക്ക് പോകുന്നു പറയുന്നവരുണ്ട്. ഞാൻ ആ കാര്യത്തെക്കുറിച്ചേ അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് പ്രകൃതി എന്ന് പറയുന്ന കേവല സംവിധാനം, നമ്മൾ ജീവിതത്തിൽ നിത്യേന ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജൈവ സംവിധാനത്തെ കുറിച്ചാണ്. ഈ ജൈവ സംവിധാനത്തെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ എന്റെ ശരീരത്തിന് സ്വയം പ്രവർത്തന സംവിധാനമുണ്ട്. എന്നെ പേറുന്ന ഗർഭപാത്രമായിട്ടുള്ള ഭൂമി എന്ന ജീവിക്ക്, ഭൂമി എന്ന ജൈവ സംവിധാനത്തിന് എന്റെ ജീവനെ അടക്കം പേറുന്ന ഒരു വലിയ ജൈവ സംവിധാനമുണ്ട്. ആ വലിയ ജൈവ സംവിധാനത്തിനെയാണ് അതിജൈവികത എന്ന് പറയുന്നത്. അപ്പോ എന്നിലുള്ള ജീവനെ എന്നെ ഒരു പ്രതിഭാസം എന്ന രീതിയിൽ വിളിക്കുമ്പോൾ ജൈവികത എന്ന് പറയുന്നു. എന്നിലും ഉപരിയായിട്ടുള്ള ആ ഒന്നിനെ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഈ ജീവനെ താരതമ്യം ചെയ്തുകൊണ്ട്, ജീവനെ അപേക്ഷിച്ചുകൊണ്ട് പറയുമ്പോൾ അതിജൈവികത എന്ന് പറയുന്നു. കുറച്ചുകൂടി എളുപ്പത്തിൽ അതിനെ ദൈവീകത എന്ന് പറയാം. ആ ദൈവീകത എന്ന് പറയുന്നതിനെയാണ് നമ്മൾ വ്യക്തിരൂപം നൽകിയിട്ട് ദൈവം എന്ന് വിളിക്കുന്നത്. അതിനൊരു ബോധമുണ്ട്, അതിനൊരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസമാണ് ദൈവികത എന്ന് പറയുന്നത്. അതിനൊരു ബോധമുണ്ട്. അതിനെയാണ് നമ്മൾ പരമാത്മാവ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോ പരമാത്മാവ് എന്ന് വെച്ചാൽ ആപേക്ഷികമാണ് കേട്ടോ. ഇവിടെ പറയുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കൂടുകൾക്കകത്ത് കൂടുകളായിരിക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് ഈ എന്താ പറയുക, പരമാത്മാവ്, ജീവാത്മാവ് എന്നൊക്കെ പറയുന്നത് ആപേക്ഷികങ്ങളാണ്. ഇതിവിടെ തൽക്കാലത്തേക്ക് ഇങ്ങനെ എടുക്കുക. എനിക്ക് ജീവനുണ്ട്, അതുപോലെ പ്രകൃതിക്ക് ജീവനുണ്ട്. ആ പ്രകൃതിയുടെ ജീവനെ, സ്വയം പ്രവർത്തന സംവിധാനത്തെ നമുക്ക് ദൈവീകത എന്ന് വിളിക്കാം. നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളായിട്ട് ചിലപ്പോൾ യോജിച്ചു പോകില്ല. പക്ഷെ പ്രകൃതി എന്നുള്ള ആ ഒരു ഏകകവുമായിട്ട് ചേർത്ത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ജൈവികത എന്താണ് ചെയ്യുന്നത്? ഈ ദൈവത്തെ അറിയണമല്ലോ. അറിയണമെങ്കിൽ ദൈവം നമ്മുടെ ഒരു ആവശ്യമാണോ? ദൈവം എന്നുള്ളത് സംവിധാനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിനെന്തെങ്കിലും റോളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം, അല്ലെ? ഞാൻ പറഞ്ഞു, ജീവൻ ചെയ്യുന്നത് സ്വയം സംഘാടകത്വമാണ്, സ്വയം സംഘടിപ്പിക്കുന്ന രീതിയാണ്. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടത് കുറച്ചു പേരെ നമുക്കിപ്പോ ഇവിടെ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്നു. അപ്പോ കല്യാണം എന്നുള്ളതിന് പല വഴികളുണ്ട്. 10 തരം കല്യാണങ്ങളെ കുറിച്ച് ഭാരത സംസ്കാരത്തിൽ പറയുന്നുണ്ട്. പൈശാചം, മറ്റേ എന്താണ്, കന്യാദാനം,
രാക്ഷസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, 10 പറയുന്നുണ്ട്. അപ്പോ ആ കല്യാണം നടക്കുന്നു. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ? എന്നാ പിന്നെ അവൻ പിടിച്ചിട്ട് പോക്കോട്ടെ, അല്ലെങ്കിൽ പെണ്ണിന്റെ കൈ ചെറുക്കന്റെ കൈ കൊടുത്തു വിട്ടേക്കാന്നുള്ളതല്ല. നമ്മൾ കല്യാണം വരുന്ന സമയത്ത് നമ്മൾ നാട്ടുകാരനുസരിച്ച് പെണ്ണ് കാണാൻ പോയി, അല്ലെങ്കിൽ പെണ്ണ് കാണാൻ ഇവർ വന്ന്, പിന്നെ നമ്മളൊരു കല്യാണ നിശ്ചയം നടത്തി, കുറച്ച് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി അവർക്ക് സദ്യ കൊടുത്ത്, ബാൻഡ് വേളം നടത്തി, ഈ ഡ്രോൺ പറത്തി ഫോട്ടോ ഷൂട്ട് ചെയ്ത്, പിന്നെ എന്താ പറയാ കേക്ക് മുറിച്ച്, എന്തൊക്കെയോ ചടങ്ങുകളാപ്പോ. ഈ ചടങ്ങുകളെല്ലാം ചെയ്ത് പിന്നെ കുറെ മഞ്ഞലോഹം ഇട്ടുകൊടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ കല്യാണം കഴിപ്പിക്കുന്നു. കുറെ ഒരു കൂട്ടം ചടങ്ങുകൾ. കല്യാണം കഴിഞ്ഞാൽ തീരുമോ ചടങ്ങ്? കല്യാണത്തിന് മുമ്പ് എന്താണ് പ്രീ വെഡിങ് ഷൂട്ട് ഉണ്ട്, പിന്നെ സേവ് ദ ഡേറ്റ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വിരുന്ന് പോക്കുണ്ട്, പിന്നെ ഹണിമൂൺ ഉണ്ട്. ഇങ്ങനെ ഒരു നിര സാധനങ്ങൾ. ഈ കന്യാദാനം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന വളരെ ചെറിയൊരു കാര്യത്തിന് പകരം നമ്മൾ ഇത്രയേറെ സംവിധാനങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നത്? മറ്റുള്ളവരും അത് ഫോളോ ചെയ്യുന്നു. അപ്പോ കല്യാണം നടക്കുക എന്നുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പൊതുലോകത്ത് ഇതെങ്ങനെയാണോ സംഭവിക്കുന്നത് ആ ഒരു വിന്യാസം, ആ ഒരു പാറ്റേൺ നമ്മൾ അങ്ങനെ അഡോപ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു കല്യാണക്രമം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇപ്പൊ പിന്നെ അതൊക്കെ ചെയ്യാൻ ഈ ഈവന്റ് മാനേജ്മെന്റ് കമ്പനികളുള്ളതുകൊണ്ട് അവർക്ക് ആ പൈസ കൊടുത്താൽ മതി, അവരത് പരിപാടി പെട്ടെന്ന് ചെയ്തോളൂ. എന്താണെങ്കിലും അങ്ങനെ ആ ഒരു സംവിധാനം ചെയ്യും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കല്യാണത്തിന് നമ്മൾ അയൽപക്കക്കാരൊക്കെ കൂടി, ദേശക്കാരൊക്കെ കൂടി എല്ലാവരും കൂടെ ചോറ് വയ്ക്കും, കറി വയ്ക്കുകയൊക്കെ ആയിരുന്നു. അത് പതുക്കെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ഇപ്പൊ അതൊക്കെ കാറ്ററിംഗ് സർവീസിന്റെയും ഈവന്റ് മാനേജ്മെന്റിന്റെയും കയ്യിലേക്കായി. അപ്പൊ കാലങ്ങൾക്കനുസരിച്ച് ഇതിങ്ങനെ മാറി 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 ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ കല്യാണം നടക്കുക എന്നുള്ളത് നമ്മുടെ കുഞ്ഞിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലെ കുട്ടിക്ക് ഒരു ഇണയെ കണ്ടെത്തുക, അവരൊരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാകൃതിക പ്രക്രിയ, നാച്ചുറൽ ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റിയുടെ പേരിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നത് ഒരു വലിയ വിന്യാസത്തെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിന്യാസം എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും എടുത്തു. എന്നിട്ട് ഇത് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്ത്? നമ്മൾ അതിനു വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്തു, അല്ലെ? ഇപ്പൊ ഓർഗനൈസ് ചെയ്യാൻ പണ്ട് നാട്ടുകാരായിരുന്നു, പിന്നെ വീട്ടിലൊരു കാരണവരോ അങ്ങനെ എന്തെങ്കിലും വേണം ഇത് നോക്കി നടത്താൻ. പിന്നെ ഇപ്പോ ഈവന്റ് മാനേജ്മെന്റ് കമ്പനികൾ നോക്കി നടത്തുന്നു. എങ്കിലും ഇതിനൊരു ഒരു സൂത്രധാരൻ ആവശ്യമാണ്. ആ സൂത്രധാരൻ കല്യാണം എന്നുള്ള സംവിധാനത്തെ അണിയിച്ചൊരുക്കുന്നു. അപ്പോ ആ വേണ്ടുന്നപ്പോ പന്തലുകാരനെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ മറ്റേ ഭക്ഷണക്കാരനെ ഏൽപ്പിച്ചു, വാഹനക്കാരനെ ഏൽപ്പിച്ചു, മൈക്കുകാരനെ ഏൽപ്പിച്ചു, ഫോട്ടോക്കാരനെ ഏൽപ്പിച്ചു, പല കാരന്മാരെ ഏൽപ്പിച്ച് ഇതിനെല്ലാം സംഘടിപ്പിച്ച് ഒരു സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക വിന്യാസത്തിൽ എത്തിക്കുക. ഈ പണി ഒരു ബോധം ഉള്ള വ്യക്തി, ഒരു ബോധസത്തയാണ് ഇത് കൈകാര്യം ചെയ്യുക. ആ ബോധസത്ത ഇതിനെല്ലാം വിളിച്ച് ഓർഗനൈസ് ചെയ്ത് ഒരിടത്തേക്ക് എത്തിക്കും. എന്താണ് കാരണം? അതിന് അയാൾക്കൊരു ആവശ്യമുണ്ട്. ഈ കുഞ്ഞിന്റെ കല്യാണം നടക്കുക, കുഞ്ഞിനെ ഇണയെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇണയുടെ ഒപ്പം ജീവിക്കാൻ അനുവദിക്കുക എന്നൊരു കാരണമുണ്ട്, ആദ്യ കാരണം. ഈ കാരണത്തിന്റെ ചുറ്റും മറ്റ് സാമൂഹിക വിന്യാസങ്ങളും കൂടെ വന്നു ചേർന്ന് അതിനനുസരിച്ച് പല കാര്യങ്ങളും വന്ന് അവയ്ക്കകത്തെല്ലാം കുറെ പ്രവർത്തനങ്ങൾ വന്ന് അതിനകത്ത് കുറെ കാര്യങ്ങൾ വന്ന് അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് സംഘടിപ്പിക്കുമ്പോൾ ആരാണ് സംഘടിപ്പിക്കുന്നത്? ഈ കാരണവർക്കറിയാമോ മറ്റേ കറി ഉണ്ടാക്കുന്നതിൽ ഉപ്പ് കൂടണോ മുളക് കൂടണോ എന്നുള്ള അറിയില്ല. അയാളെ ഏൽപ്പിക്കും, അയാൾ അടുത്ത ആളെ ഏൽപ്പിക്കും, ഇങ്ങനെ ഏൽപ്പിച്ച് പോകും. അപ്പോ സംഘാടനം എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം, ആ സംഘാടനം എന്ന് പറയുന്നതിനെയാണ് ജൈവികത എന്ന് പറയുന്നത്. ആ സംഘാടനം എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം ആ ജൈവ സംവിധാനം അതിന്റെ മണ്ഡലത്തിൽ ഓരോ ഭാഗത്തും ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. ഇതിന്റെ എല്ലാം ഉടമസ്ഥാവകാശം തൽക്കാലത്തേക്ക് എവിടെയാണ്? ഇയാളിലാണ്. ഇയാളുടെ ഉപവ്യവസ്ഥകൾക്ക് ഇതിങ്ങനെ ആ സംവിധാനത്തെ കൊടുക്കുകയാണ്. കൊടുത്ത് ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നു. അപ്പോൾ ആ വീട്ടിലെ കല്യാണം നടക്കുക എന്നുള്ളത് അയാളുടെ ആവശ്യമായിരിക്കുമ്പോൾ ആ ആവശ്യത്തിനനുസരിച്ച് അയാൾ ആ പരിപാടി സംഘടിപ്പിക്കുന്നു. ആ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ ഭാഗത്തും ഓരോ അഹങ്ങൾക്ക്, ഓരോ ഈഗോകൾക്ക് ആ ഉത്തരവാദിത്വം കൊടുക്കുന്നു. ആ ഈഗോകൾ അവിടെ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. അവർ അതിന്റെ അഹങ്ങൾക്ക് ഉത്തരവാദിത്വം കൊടുക്കുന്നു. ഈ രീതിയിലാണ് സംഘാടനം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ സംഘാടനങ്ങളും ഇങ്ങനെ തന്നെയാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് പലതരം സംഘാടനങ്ങളുണ്ട്. എല്ലാത്തരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ സ്വയം സംഘാടനം, യാന്ത്രിക സംഘാടനം, പിന്നെ എന്താ പറയുക പ്രേരിത സംഘാടനം എന്നൊക്കെ പറയുന്ന പലതരം സംഘാടനങ്ങളുണ്ട്. അതിന്റെ സ്വയം സംഘാടനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ സ്വയം സംഘാടനം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. എന്റെ ശരീരം അവയവങ്ങൾക്ക് ഏൽപ്പിക്കുന്നു കാര്യങ്ങളെ, അവയവങ്ങൾ കലകളെ ഏൽപ്പിക്കുന്നു ഓരോ കാര്യങ്ങളെ, കലകൾ അതിനകത്തുള്ള കോശങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പോ എന്റെ ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്റെ എന്റെ വലത് കൈയെയും ഇടത് കൈയെയും സംഘടിപ്പിച്ച് ഇവിടെ വെച്ചിട്ടുള്ളത്.
സംഘടിപ്പിക്കാൻ എങ്ങനെ സ്വയം ഉരുവാക്കി, ചുറ്റുപാടും നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് ഉരുവാക്കി ഇവിടെ കൊണ്ട് വെച്ചിട്ടുള്ളത്. എന്റെ ശരീരത്തിന്റെ ജീവനാണ് ഈ പണി ചെയ്തത്. എന്റെ ശരീരത്തിന്റെ ജീവന്റെ ഭാഗമായിട്ടാണ് എന്റെ കൈ നിൽക്കുന്നത്. എന്റെ ശരീരത്തിന്റെ ഭാഗമായി കൈ നിൽക്കുന്നു, എന്റെ ജീവന്റെ ഭാഗമായിട്ട് ശരീരത്തിന്റെ കൈയുടെ ജീവൻ നിൽക്കുന്നു. അതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളൊരു ആസൂത്രണം നടക്കുന്നത്, അതിനെ നമ്മൾ മനസ്സെന്ന് പറയുക. ആ മനസ്സെന്നുള്ളതും എന്റെ മനസ്സിന്റെ പാർട്ടാണ് എന്റെ കയ്യിലുള്ളത്. അപ്പോൾ എന്റെ ശരീരവും ജീവനും മനസ്സും ഒക്കെ എന്റെ കൈകളെ ഉണ്ടാക്കി അതിനെ പ്രവർത്തിപ്പിക്കുന്നു. അപ്പൊ അവിടെയുള്ള കൈയും അവിടെയുള്ള ജീവനും ശരീരവും മനസ്സും ഒക്കെ ഏതാണ്? എന്റെ പാർട്ടാണ്, അല്ലെ? എന്റെ ഒരു ഭാഗമാണ്, ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് അത് സംഭവിക്കുന്നത്. അതിന്റെ ഒരു പ്രദേശത്താണ് അതിന്റെ കലകളിൽ സംഭവിക്കുന്നത്. അതിന്റെ ഒരു പ്രദേശത്താണ് അവിടുത്തെ കോശങ്ങളിൽ സംഭവിക്കുന്നത്. ഇതിങ്ങനെ അകത്തായിട്ടാണ് ഈ സംഘാടന, ഭൗതിക രൂപം, അതിന്റെ ഘടന, അതിന്റെ പ്രവർത്തന സംവിധാനങ്ങള്, അതിന്റെ ധർമ്മ സംവിധാനങ്ങള്, അതിന്റെ അനുരൂപണ സംവിധാനങ്ങള്, അതിന്റെ ബല സംവിധാനങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നത് കൂടുകളായിട്ട്. അപ്പൊ അതിലെ ഒരു ലെവലിൽ നിൽക്കുന്ന സാധനമാണ് ഞാൻ. എനിക്ക് മുകളിലും ലെവലുകളുണ്ട്. ആ മുകളിലെ ലെവലിന്റെ കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അതിലെ ഒരു ലെവൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ലെവലാണ് ഭൂമി, അല്ലെങ്കിൽ പ്രകൃതി എന്ന് വിളിച്ചോ. കാണാൻ പറ്റുന്ന ഭൗതിക രൂപമാണ് പ്രകൃതി. എന്റെ ശരീരത്തിൽ ജീവനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ പ്രകൃതിക്കും ജീവനുണ്ട്. ആ ജീവനെയാണ് നമ്മൾ സാധാരണ ഈശ്വരീയം എന്ന് പറയുന്നത്, ദൈവീകത എന്ന് പറയുന്നത്. ജൈവീകതയുടെ ഉപരിവ്യവസ്ഥയുടെ ജൈവീകത എനിക്കാണെങ്കിൽ എന്റെ ഉപരിവ്യവസ്ഥയ്ക്കുള്ള ജീവനെയാണ് ദൈവീകത എന്ന് പറയുന്നത്. അപ്പോ ആ ദൈവീകത എന്ന് പറയുന്ന ഒരു അവസ്ഥ സത്യത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ദൈവീകത എന്താണ് ചെയ്യുന്നത്? ഈ സ്വയം സംഘാടനം നടത്തുന്നു. എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? ഇപ്പൊ ഞാനിവിടെ ചാരിയിരിക്കുക. ചാരുമ്പോ അവിടെ ഒരു ചെറിയൊരു കുത്തൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ അവിടെ നിന്ന് നിവർത്തിരിക്കും. അപ്പൊ എന്റെ ശരീരത്തിന് മനസ്സിലാക്കാൻ ശേഷിയുണ്ട്. അത് ശരീരത്തിന്റെ ജീവന്, അതിന് പല ഘട്ടങ്ങളും പല രൂപങ്ങളുണ്ട്, ജ്ഞാനതലങ്ങളുണ്ട്, കോഗ്നിറ്റീവ് പാറ്റേണുകൾ, ഇതൊക്കെ അവിടെ ഉണ്ട്. അതൊന്നും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ നമ്മുടെ പല ക്ലാസ്സുകളിലായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളിപ്പോ ഞാനിവിടെ ചാരിയിരിക്കും. ചാരുന്ന സമയത്ത് അവിടെ ചെറിയൊരു മുള്ളു പോലെ സാധനം കുത്തി. ഉടനെ തന്നെ എനിക്കത് ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ ഞാൻ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് മുൻപോട്ട് ചേർന്നിരുന്നു. അപ്പോ എന്റെ കൺവീനിയൻസിലേക്ക് ഞാൻ മാറി. അപ്പൊ എന്റെ കൺവീനിയൻസിലേക്ക് ഞാൻ മാറി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ എന്റെ നിതംബത്തിന്റെ അവിടെയുള്ള രക്തക്കുഴലുകളൊക്കെ ഇങ്ങനെ ചരിഞ്ഞിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അവിടുത്തെ പ്രവാഹങ്ങൾ തടസ്സപ്പെടാൻ തുടങ്ങി. അപ്പൊ അവിടെ ഒരു പ്രക്ഷുബ്ധത വരാൻ തുടങ്ങി. ഉടനെ എനിക്ക് അവിടെ അസ്വസ്ഥത തോന്നി. ഞാൻ തിരിഞ്ഞിരുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ മറിഞ്ഞിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ആ ഇരുത്തത്തിൽ തന്നെ എത്ര തവണ മാറ്റങ്ങൾ വരുത്തി, നിങ്ങളുടെ പോസ്റ്ററിൽ എത്ര തവണ മാറ്റങ്ങൾ വരുത്തി, അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ മാറ്റം കൺവീനിയൻസ് ടു കൺവീനിയൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. ഇത് ജീവന്റെ സ്വഭാവമാണ്. നമ്മൾ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് നേരിടുന്ന പ്രക്ഷുബ്ധതകളെ മാറ്റാനായിട്ട് അടുത്തതിലേക്ക് പോകും. എപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾ അതിനെ കാണുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗ് പിടിച്ച് ഇങ്ങനെ കറക്കുകയാണെന്ന് വിചാരിക്കുക. ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ പിടിക്കുന്നു, വാഹനം ഇടത്തോട്ട് തിരിയുന്ന സമയത്ത് അല്പം വലത്തോട്ട് തിരിച്ചു കൊടുക്കും, വലത്തോട്ട് തിരിയുന്ന സമയത്ത് അല്പം ഇടത്തോട്ട് തിരിച്ചു കൊടുക്കും. ഇങ്ങനെ മാറ്റി ചെയ്തിട്ട് സൈബർനെറ്റിക്സ് എന്നുള്ള കാര്യം, സ്വയം നിയന്ത്രണ സംവിധാനം എന്നുള്ളത് നമ്മൾ അവിടെ പ്രവർത്തിപ്പിക്കും. ഈ സ്വയം നിയന്ത്രണ സംവിധാനം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇൻകൺവീനിയൻസിനെ കൺവീനിയൻസിലേക്ക് മാറ്റുക. ഇത് ബോധത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്. അടിസ്ഥാന ബോധത്തിന്റെ, കേവല ബോധത്തിന്റെ, പരമമായ ബോധത്തിന്റെ അടിസ്ഥാന സ്വഭാവം, ഈ പ്രപഞ്ച വിന്യാസത്തിന്റെ മുഴുവൻ കാരണമാകുന്ന അടിസ്ഥാന സ്വഭാവമാണ് അസൗകര്യത്തിൽ നിന്നും സൗകര്യത്തിലേക്ക് മാറുക, സന്തുലിതാവസ്ഥയിലേക്ക് വരിക, സമതുലിതാവസ്ഥയിലേക്ക് വരിക, സമ ആധിയിലേക്ക് വരിക, സമധിയിലേക്ക് വരിക. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഈ സമാവസ്ഥയിലേക്ക് വരിക എന്നുള്ളത്, സമത്തിലേക്ക് കൊണ്ടുവരാൻ നിരന്തരം ശ്രമിച്ചു. ഒരിക്കൽ സമത്തിലായാലോ ആ വഴി ഇങ്ങനെ പോകുന്ന സമയത്ത് അടുത്ത അസമത്വം വരും. അപ്പോൾ വീണ്ടും അത് ക്രമീകരിക്കും. അങ്ങനെ സമം എന്ന് പറഞ്ഞാൽ രണ്ടു വ്യക്തികളെ സമമാക്കുക എന്നുള്ളതല്ല കേട്ടോ, ബാലൻസ് ചെയ്യുക എന്നർത്ഥം. അങ്ങനെ ബാലൻസ് ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥ. ഈ ബാലൻസ് ചെയ്യിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടാവുന്നത്? കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും. കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകും. ആ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുമ്പോൾ നമ്മളൊന്നും അറിയില്ല. നിങ്ങളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സുഖം അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നു ഇല്ലാന്ന്. കാരണം എന്താ വെച്ചാൽ സുഖം അനുഭവിക്കുമ്പോൾ നമ്മൾ അറിയില്ല. ഈ സുഖം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അയ്യോ ഇത്ര നേരം എന്ത് സുഖമായിരുന്നു എന്ന് പറയും. സുഖം അനുഭവിക്കുമ്പോൾ നമ്മൾ അറിയില്ല.
കാരണം സുഖം എന്നുള്ളത് സ്വാസ്ഥ്യമാണ്, സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥയാണ്, ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അപ്പോ സുഖത്തിലായിരിക്കുന്ന ഒരവസ്ഥ. ക്ലേശം എന്ന് വെച്ചാൽ അറിയാലോ, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ദുഃഖമുണ്ടാക്കുന്ന അവസ്ഥ. ക്ലേശം ഇല്ലാത്ത അവസ്ഥ, ക്ലേശരഹിതമായ അവസ്ഥ. ഈ ക്ലേശരഹിതമായ അവസ്ഥയാണ് ജീവൻ എപ്പോഴും കൊണ്ടെത്തിക്കുന്നത്. നമുക്ക് ചൊറിച്ചിൽ ഉണ്ടാവില്ല, അസ്വസ്ഥത ഉണ്ടാവില്ല, ഉറക്കക്കുറവ് ഉണ്ടാവില്ല, വേദന ഉണ്ടാവില്ല. നമ്മൾ ശാന്തമായിരിക്കുന്ന ഒരവസ്ഥ. ഇതാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്, സുഖം എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ സുഖത്തിലാകുന്ന സമയത്ത് ക്ലേശരഹിതമായിരിക്കുന്നു. ക്ലേശരാഹിത്യം എന്നുള്ളൊരവസ്ഥ, ക്ലേശരഹിതമായിരിക്കുന്ന ഒരവസ്ഥയാണ് ജീവൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തെ ജീവൻ കൊണ്ടുപോകുന്നത് ക്ലേശരാഹിത്യത്തിലൂടെയാണ്, അല്ലെങ്കിൽ ക്ലേശരാഹിത്യത്തിൽ നിന്നും അടുത്ത ക്ലേശരാഹിത്യത്തിന്റെ ഇടത്തിലേക്കാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്ലേശരഹിതമായ ഒരവസ്ഥയെയാണ് ഈശ്വരീയം എന്ന് പറയും. ഈശ്വരൻ എന്നുള്ളതൊരു വ്യക്തിയോ ബിംബമോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കയറിയാലും ഈശ്വരീയം എന്ന് പറയുന്നത് പ്രതിഭാസമാണ്. പ്രതിഭാസം എന്ന് വെച്ചാൽ എന്താ? പ്രകൃതിയിൽ കാണുന്ന ഒരു പ്രവർത്തന സ്വഭാവം, പ്രവർത്തന രീതി, അല്ലെങ്കിൽ പ്രവർത്തന നിയമം. അതിങ്ങനെയാണ് പ്രവർത്തിക്കുക. സൂര്യൻ എല്ലാ ദിവസവും കിഴക്കുദിക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ നോക്കുമ്പോൾ കിഴക്കുദിക്കുന്നു. ആ ഉദിക്കുന്നു എന്നുള്ളത് ഒരു പ്രകടമാകുന്ന, തെളിഞ്ഞു കാണുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ക്ലേശരഹിതമായിട്ട് ഏറ്റവും നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ ജീവിതത്തിൽ ക്ലേശമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക്. ആ ഇടയ്ക്കുള്ള ക്ലേശരഹിതമായിട്ടുള്ള അവസ്ഥയില്ലേ, അത് ഇടയ്ക്ക് തെളിഞ്ഞു കാണുന്നതാണ്, പ്രതിഭാസമാണ് ക്ലേശരഹിതമായ അവസ്ഥ. ആ ക്ലേശമില്ലായ്കയാണ് ജീവന്റെ ലക്ഷ്യം. അത് തന്നെയാണ് ഈശ്വരന്റെയും ലക്ഷ്യം. ഈശ്വരൻ എന്ന് പറയുന്നത് അതിജൈവികതയാണെങ്കിൽ ജീവൻ എങ്ങനെയാണ് ഈ എന്താ പറയുക ക്ലേശമില്ലാത്തൊരവസ്ഥയെ ഉരുവാക്കുന്നത്, ലക്ഷ്യമാക്കുന്നത്, അതിലേക്ക് ഒഴുകുന്നത്, അതുപോലെ ഈശ്വരൻ എന്ന് പറയുന്നതും ക്ലേശരാഹിത്യമാണ്. ക്ലേശരഹിതമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിയാലോ, നിങ്ങളുടെ വണ്ടി വഴിവിട്ട് വെളിയിലേക്ക് പോയാലോ എവിടെയെങ്കിലും തട്ടും മുട്ടും. വലിയ തട്ടലും മുട്ടലിനും മുമ്പ് ചെറിയ തട്ടലും മുട്ടലും ഉണ്ടാവും. അപ്പോ ഉടനെ തന്നെ നിങ്ങളുടെ സൈബർനെറ്റിക്സ് വർക്ക് ചെയ്യും, ഉടനെ തിരിച്ചതിനെ കൊണ്ടുവരും. നിങ്ങളുടെ ശരീരത്തിൽ ചെറിയ ബുദ്ധിമുട്ട് വന്നു എന്നിരിക്കട്ടെ, ശരീരം അതിനെ തിരിച്ചു കൊണ്ടുവരും. പ്രകൃതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കട്ടെ, പ്രകൃതി അതിനെ തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾ മുറ്റം അടിച്ച് വൃത്തിയാക്കി ഇട്ടുന്നിരിക്കട്ടെ, മുറ്റത്ത് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ അവിടെ പുല്ല് മുളയ്ക്കും. കാരണം അത് മൂടിക്കിടക്കണം, നഗ്നമായി കിടക്കാൻ പാടില്ല എന്നുള്ളത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്, പ്രകൃതിയുടെ നിയമമാണ്, പ്രകൃതി പ്രതിഭാസമാണ്. അതുകൊണ്ട് അത് സംഭവിക്കും. നിങ്ങളുടെ തോല് പോയാൽ ഒരാഴ്ച കഴിയുമ്പോൾ അത് തിരിച്ചു വരും. അപ്പൊ നിങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടാണെങ്കിലും, പ്രകൃതിയിൽ എന്ത് മാറ്റം ഉണ്ടാവുകയാണെങ്കിലും, ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാവുകയാണെങ്കിലും അതിനെ പുനഃസ്ഥാപിക്കാൻ റിസൈൽ ചെയ്യാൻ, റെസിലിയൻസ് എന്നുള്ള സ്വഭാവം ജീവന്റെ പ്രത്യേകതയാണ്. റെസിലിയൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ക്ലേശരഹിതമായിരിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ അനന്യ സ്വഭാവത്തിലേക്ക് ആയിരിക്കാൻ വേണ്ടിയിട്ട്, സ്വഭാവം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തിരിച്ചുവരവിന് വേണ്ടിയുള്ള ആ ശ്രമമാണ് ജീവൻ ചെയ്യുന്നതെങ്കിൽ അതിജീവൻ എന്താണ് ചെയ്യുക? ഇതിലും വിപുലമായ, ഈ ജീവൻ അറിയാവുന്ന പണിയേക്കാളും വലിയ വിപുലമായ ജൈവ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയെ, നമ്മളെ, നമ്മുടെ സമൂഹത്തെ, നമുക്കിടയിലുള്ള പരസ്പര ബന്ധത്തെ, നമുക്കിടയിലുള്ള പാരസ്പര്യത്തെ ഒക്കെ ശരിയാം വിധം ക്രമീകരിക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാനും നീയും 2 വ്യക്തികളായി നിൽക്കുമ്പോ നമുക്കങ്ങനെയാണല്ലോ, ഞാനും നീയും 2 വ്യക്തികൾ. ഇപ്പോ ഞാൻ ഒരു കാര്യം വിചാരിച്ചപ്പോൾ ഉടനെ തന്നെ എന്റെ അമ്മയ്ക്ക് അത് ബോധ്യമായി, അല്ലെങ്കിൽ ഞാൻ ഒരാളെ നോക്കിയൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും അയാൾക്ക് അത് പിടികിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ വെറും ഹാലുസിനേഷൻ ആണെന്ന് ഈ ന്യൂറോണുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ പറയും. കാരണം ന്യൂറോണുകൾക്കിടയിൽ ഇയാളുടെ ന്യൂറോണും അയാളുടെ ന്യൂറോണും തമ്മിൽ ഒരു ബന്ധമില്ല. ഇനി അഥവാ ഫിസിസ്റ്റുകൾ വന്നിട്ട് പറയാണ് ഇയാളുടെ ന്യൂറോണും അയാളുടെ ന്യൂറോണുകളും തമ്മിൽ എന്താ പറയാ ഒരു ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴും ഇവരെ സമ്മതിക്കില്ല. കാരണം ഇതെല്ലാം വെവ്വേറെ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് വരുന്ന സ്കോളേഴ്സ് ആണ്. സ്കൂൾ ഓഫ് തോട്ടിന്റെ പ്രത്യേകത റിഡക്ഷനിസം ആണ് ഇതിലൂടെ പഠിക്കുന്നത്, അല്ലെ? എല്ലാത്തിനെയും അതിന്റെ സത്യാവസ്ഥയിൽ നിന്ന് മാറ്റി കൊണ്ടുപോയി റെഡ്യൂസ് ചെയ്ത് ഏറ്റവും ചെറുതായി പഠിക്കുന്ന ഒരു അവസ്ഥയാണ്. സമഗ്രമാക്കുക എന്നതെല്ലാം ചേർത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള അവസ്ഥയിൽ മാത്രമേ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ബോധ്യമാവുള്ളൂ. അവിടെയാണ് ഈ കൂടുകൾക്കകത്ത് കൂടുകൾ ആയിട്ടുള്ള ഈ ഒരു ക്രമീകരണത്തിന്റെ പ്രത്യേകത. ആ ക്രമീകരണത്തിനകത്തായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, എന്റെ ശരീരത്തെ ഒരു കോശവും മറ്റൊരു കോശവും പരസ്പര ബന്ധിതങ്ങളാണ്. ഇത് രണ്ടും ഞാൻ എന്ന ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത് പോലെ ഭൂമി എന്ന മഹാശരീരത്തിന്റെ 2 കോശങ്ങളാണ് ഞാനും നീയും. അപ്പോ ഞാനും നീയും 2 അല്ല എന്നുള്ളൊരവസ്ഥയിൽ നമുക്ക് എത്താൻ പറ്റും, നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇവ തമ്മിലുള്ള പാരസ്പര്യം, ഇവർക്കിടയിലുള്ള കൂട്ടിമുട്ടൽ, വിട്ടുപിരിയൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആരുടെ കൺസേൺ ആണ്, ആരുടെ ബിസിനസ് ആണ്?
അത് ഉപരിവ്യവസ്ഥയായ ഭൂമിയുടെ ബിസിനസ്സാണ്, അല്ലെ? അതിനിടയിൽ പല ഘട്ടങ്ങളും തലങ്ങളും ഉണ്ടെന്നും നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നില്ല. പെട്ടെന്ന് മനസ്സിലാകാനാണ് ഈ പ്രകൃതി ഭൂമി എന്നൊക്കെ പറയുന്നത്. അപ്പോ ഭൂമിയുടെ കൺസേൺ ആണത്. ഇത് ഒരുമിച്ച് നിർത്തേണ്ടത്, ഒരുമിച്ച് പിരിക്കേണ്ടത് ഒക്കെ അതിന്റെ കൺസേൺ ആണ്. കാരണം അത് അവിടെ നമുക്കറിയാവുന്ന ജീവനും വിപുലപ്പെട്ട ഒരു ജീവൻ അവിടെയുണ്ട്, അതിജീവൻ എന്ന് പറയുന്നത്. ആ ജീവനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. വിശ്വാസികൾ അതിന് 4 കൈയോ 10 കൈയോ 10 തലയോ ഒക്കെ കൊടുത്തുകൊണ്ട് അതിനെ ദൈവസങ്കല്പത്തിലേക്ക് കൊണ്ടു നിർത്തുന്നു. വിശ്വാസമില്ലാത്തവർ ഇത് എന്താ പറയാ, ഇതെല്ലാം ഭൗതികമായ ചില രാസികങ്ങളുടെ കൂടിച്ചേർന്നുള്ള ചില പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് പറയുന്നു. കാര്യമൊന്നു തന്നെ, പ്രകൃതിയിൽ സംഭവിക്കുന്നതാണ്. പ്രകൃതിയിൽ എല്ലാം വ്യവസ്ഥകളായി നിൽക്കുന്നതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. അപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോ, അപ്പോ ദൈവം ക്ലേശരഹിതമായ ഒരുവനാണ്. ക്ലേശരാഹിത്യമാണ് ദൈവീകത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോ ക്ലേശരാഹിത്യത്തിലായിരിക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ നമ്മൾ സാധാരണ ദൈവങ്ങളുടെ അന്വേഷിച്ചു തുടങ്ങുക, ശരിയല്ലേ? അപ്പനമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വല്ല ക്ലേശമുണ്ടോ? ഇല്ല. നമുക്ക് തോന്നുന്ന വഴി നമ്മൾ ജീവിച്ചു പോകും. ദൈവത്തെക്കുറിച്ചും ചിന്തയില്ല. ഇന്ന് വൈകിട്ട് ഏത് കൂട്ടുകാരന്റെ കൂടെ നമ്മൾ ഏത് സിനിമയ്ക്ക് പോകണം, നാളെ ഏത് കൂട്ടുകാരിയുടെ കൂടെ ഏത് തുണിക്കടയിൽ പോകണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. നമുക്ക് ക്ലേശം ഒരു പ്രശ്നമല്ല. കാരണം എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ഉപരിവ്യവസ്ഥയായി നിൽക്കുന്ന മാതാപിതാക്കളുണ്ട്, വളർന്നു വന്നു. അപ്പൊ പിന്നെ സ്വന്തം തീരുമാനത്തിലും സ്വന്തം ധാർഷ്ട്യത്തിലുമായി ആ സമയത്ത് നമ്മുടെ യൗവനകാലത്ത് നമ്മൾ നമ്മുടെ സ്വന്തം ധിഷണയ്ക്കനുസരിച്ച്, ഇച്ഛയ്ക്കനുസരിച്ച്, സ്വന്തം ഈഗോ ഉപയോഗിച്ചിട്ട് പലതും കൈകാര്യം ചെയ്തു. കാരണം എന്റെ ഈഗോ കൊണ്ട് എനിക്ക് എന്തിനേയും കൈകാര്യം ചെയ്യാൻ പറ്റും. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ശാരീരിക ശേഷിയുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് ബന്ധങ്ങളുണ്ട്, എനിക്കൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള സ്വന്തം ശേഷിയുടെ മുകളിലുള്ള അതിതീവ്രമായ വിശ്വാസം കൊണ്ട്, സ്വന്തം യുക്തിയുടെ മുകളിലുള്ള തീവ്രമായ ഗർവ് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കും. ചെയ്ത് കുറെ കാര്യം കഴിയുമ്പോഴാണ് വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ പോകുന്നത്. ഞാൻ വിചാരിച്ച കുറെ കാര്യങ്ങളൊക്കെ സാധിച്ചു, പക്ഷേ ഞാൻ ആത്യന്തികമായി എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ വിദ്യാഭ്യാസത്തിന് പോയി. വിദ്യാഭ്യാസം അല്ല സത്യത്തിൽ എന്റെ താല്പര്യം, എന്റെ വേറൊരു ചില താല്പര്യങ്ങൾ അതിലേക്കല്ല. പക്ഷെ നാട്ടുകാരനുസരിച്ച് വിദ്യാഭ്യാസത്തിന് പോയി. എല്ലാവരും ഇടുന്ന പോലുള്ള തുണി ഇട്ടു, എല്ലാവരും സംസാരിക്കുന്ന പോലുള്ള ഭാഷ ഉപയോഗിച്ചു, എല്ലാവരും ഉപയോഗിക്കുന്ന പോലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചു, എല്ലാവരും കെട്ടുന്ന പോലുള്ള വീട് കെട്ടി. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ പീസ്ഫുൾ അല്ല. എനിക്ക് ആ ക്ലേശം എന്നുള്ളത് വിട്ടുപോകുന്നില്ല, ക്ലേശരാഹിത്യത്തിലേക്ക് ആകുന്നില്ല. അപ്പോൾ ക്ലേശരഹിതമാകാൻ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, ഞാൻ ശ്രമിച്ച വഴികൾ ഇതൊന്നും പോരാതെ വരുമ്പോ ക്ലേശരാഹിത്യത്തിലേക്ക് എത്താനായിട്ട് ഈശ്വര എന്നൊരു വിളിയുടെ ആവശ്യകത പതുക്കെ തോന്നി വരും. ക്ലേശമുണ്ടെന്ന് അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് ഈ ക്ലേശത്തിന് ഞാൻ കൂട്ടിയാൽ കൂടില്ല, ക്ലേശം പരിഹരിക്കാനുള്ള വഴികൾക്ക് ഞാൻ കൂട്ടിയാൽ കൂടില്ല എന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ് ക്ലേശരാഹിത്യത്തെക്കുറിച്ച് ആലോചിക്കുക. ആ ക്ലേശരാഹിത്യത്തെക്കുറിച്ചുള്ള ആലോചനയാണ് ഞാനല്ല, എനിക്കും ഉപരിയായ ഒരു ശക്തിയുണ്ട് എന്നുള്ള ധാരണയിലേക്ക് എത്തിക്കുന്നു. ആ ഉപരിശക്തി ഭൂമിയാണെന്നോ അതിജൈവികതയാണെന്നോ പ്രപഞ്ച സംവിധാനമാണോ എന്നൊന്നും മിക്കവാറും പേര് ചിന്തിക്കാറില്ല. അവനവന് മനസ്സിലാക്കിയ മതങ്ങൾക്കനുസരിച്ച് പോകും. ഇപ്പൊ പിന്നെ കൺസ്യൂമറിസ്റ്റിക് മതമുണ്ട്, പിന്നെ ശാസ്ത്ര മതമുണ്ട്, ഇപ്പൊ പുതിയതായിട്ട് രീതിയിലുള്ള മറ്റേ പ്രപഞ്ചം ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ സാധിച്ചു തരുന്ന ആ മഹാസാധനം വന്നിട്ട് നമ്മളെ കൈകാര്യം ചെയ്യുന്നതായിട്ട് കരുതുന്ന ആ ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ നമ്മൾ കടന്ന് പോയി നമ്മൾ അതിനകത്ത് ഇങ്ങനെ അഭിരമിച്ച് നിൽക്കും. ക്ലേശം എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതെ പോകാൻ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ആദ്യം ഒരു വഴിയിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ വഴിത്താരയിലൂടെ നല്ല രീതിയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുക, നിയമങ്ങൾ പാലിക്കുക, കൃത്യമായിട്ട് നിയമങ്ങൾ പാലിക്കുക. നിയമങ്ങൾ പാലിക്കുന്ന സമയത്ത് നമുക്ക് റോഡ് റേജ് ഒന്നും നമ്മളെ ബാധിക്കില്ല, റോഡിലുണ്ടാവുന്ന മറ്റു പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കില്ല. ആ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ പോയിക്കൊണ്ടേയിരുന്നാൽ മതി, കൂട്ടിയിടി ഉണ്ടാവില്ല. നീ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന് കൂട്ടിയിടിക്കാൻ വന്നാൽ പോലും നിയമം കൃത്യമായി പാലിക്കുന്നവരാണെങ്കിൽ നമ്മുടെ നെഞ്ചത്തേക്ക് വന്ന് കയറില്ല എന്നുള്ളത് മനസ്സിലാക്കുക തന്നെ വേണം. അപ്പോ ഈ അതിജൈവികതയുടെ റോഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് ക്ലേശരഹിതമായ ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈ അതിജൈവികതയുടെ നിയമങ്ങളും നമ്മുടെ ജൈവിക നിയമങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് വേണ്ടത്. അതിജൈവികതയുടെ നിയമങ്ങൾക്കനുസരിച്ച് എന്റെ ജൈവികത ചേർന്ന് പോകണം. അതിജൈവികതയുടെ നിയമം എന്താണോ അതിനനുസരിച്ച് എന്റെ ജൈവികതയെ ചേർത്ത് നിർത്തുന്നതിനാണ് സാധന എന്ന് പറയാം. ആധ്യാത്മിക സമ്പ്രദായത്തിൽ ഉള്ളവർക്ക് സാധന എന്തെന്ന് അറിയാം, അല്ലാത്തവർക്കോ സാധന ഇതിനാണ് ഉപയോഗിക്കുന്നത്.
ഉപരിവ്യവസ്ഥ. ഇപ്പൊ രാവിലെ 6 മണിക്ക് ആണ് നിങ്ങൾ എഴുന്നേൽക്കുന്നതിരിക്കട്ടെ. നമ്മൾ കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുമ്പോൾ എന്താ പഠിപ്പിക്കുക? രാവിലെ എഴുന്നേക്കണം. അപ്പൊ 5:30 അല്ലെ 6 മണിക്കാണ് സ്ഥിരമായിട്ടൊരു സമയത്ത് എഴുന്നേക്കണം. എഴുന്നേറ്റ ഉടനെ പല്ല് തേക്കണം. നമ്മൾ അച്ചടക്കം പഠിപ്പിക്കും. വിശ്വാസിയും അവിശ്വാസിയും ഒക്കെ പഠിപ്പിക്കും. കാര്യം എന്താ? ഈ കുട്ടി കൃത്യമായിട്ട് സ്കൂളിൽ ആ സമയത്ത് പോയി ഒക്കെ പഠിച്ച് പാസ്സായി വലിയ ഉദ്യോഗത്തിലെത്തിയാലേ ഇവൻ എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷെ ഇവൻ കൃത്യമായ ഒരു സമയക്രമം പാലിക്കുന്ന ഒരു അച്ചടക്കത്തിലേക്ക് വരുമ്പോൾ, ഡിസിപ്ലിനിലേക്ക് വരുന്ന സമയത്ത് ഇവൻ സാധനയിലാണ് എത്തുന്നതെന്ന് അവന് മനസ്സിലാവില്ല. ഈ സാധനയിലെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ആ കാര്യത്തിലെല്ലാം എന്തിലെല്ലാം എത്തിയോ അവിടെയെല്ലാം ക്ലേശരഹിതമായി. നമ്മൾ എവിടെയാണ് അവനെ എത്തിച്ചത്? അവൻ ചെറിയ പ്രായത്തിൽ നിന്നാണ് എത്തിച്ചത്, അല്ലെ? ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അവിടെ എത്തിച്ചു. ഇവൻ വളർന്നു വലുതായി. ഇവൻ ഇങ്ങനെയുള്ള ഒരു അപ്പന്റെ അമ്മയുടെ അല്ല, ഇവൻ സാധാരണ നാട്ടിൻപുറത്തെ രീതിക്ക് അനുസരിച്ച് വളരുന്ന ഒരു അപ്പന്റെ അമ്മയുടെ മോനാണെന്നുണ്ടെങ്കിൽ ഇവൻ ഈ സാധനയുടെ വശം അല്ലെങ്കിൽ ദൈവവിചാരത്തിന്റെ വശം മനസ്സിലാകണപ്പോഴാണ് ജീവിതത്തിൽ 35, 40, വയസ്സാവുന്ന സമയത്ത് ഇവന് ക്ലേശങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്താണ് ഇവന് ദൈവവിചാരം വരിക. കുട്ടിക്കാലത്ത് തന്നെ നല്ല വെളിവുള്ള അപ്പന്റെ അമ്മയുടെയും കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അച്ചടക്കത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇവൻ ആ ക്രമം എന്നുള്ളൊരു അവസ്ഥയിലൂടെ അവൻ ദൈവത്തെ അറിയുകയാണ്. അപ്പോ ഇവിടെ ഇവൻ അറിയുന്നുണ്ട്, അവൻ മറ്റേത് അവിടെ തേടിപ്പോകുന്നുണ്ട്. ആ തേടിപ്പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഏതു പ്രായത്തിലാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത് എന്നുള്ളത്. ഏത് പ്രായമാണ്? നമ്മൾ ക്ലേശരാഹിത്യത്തിലൂടെ കടന്നുപോയി, ക്ലേശത്തിലൂടെ കടന്നുപോയി, വീണ്ടും ക്ലേശരാഹിത്യം വേണം, ക്ലേശമില്ലാത്ത കഷ്ടപ്പാടില്ലാത്ത ഒരു അവസ്ഥ വേണം എന്ന് അറിയുന്ന സമയത്ത്, അതിന് എന്റെ നിയമങ്ങളല്ല ഉപരിവ്യവസ്ഥയുടെ നിയമങ്ങളാണ് പ്രവർത്തിക്കേണ്ടത് എന്നറിയുന്ന സമയത്ത് എന്റെ കയ്യിൽ നിൽക്കുന്നതല്ല വെളിയിൽ നിന്നുള്ള ഒരു സംവിധാനം തന്നെയാണ് അതിന് വേണ്ടതെന്നും എന്റെ അകത്തും പുറത്തുമുള്ള ഈ സംവിധാനങ്ങളെ പരസ്പര ബന്ധിതമായി നിർത്തിയാൽ മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുമൊക്കെ അറിയാൻ പാകമാകുന്ന ഒരവസ്ഥയിലാണ് ഈശ്വരനെ അന്വേഷിക്കേണ്ടത്. ഇത് പാകമാകാതെ അതെല്ലാം എന്റെ ധിഷണയ്ക്കനുസരിച്ച്, എന്റെ വില്ലിനനുസരിച്ച്, എന്റെ കമാൻഡിനനുസരിച്ച്, എന്റെ എന്താ പറയുക ഈഗോയ്ക്കനുസരിച്ച് ആണ് ഞാനിതെല്ലാം ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതാവസാനം വരെയും ദൈവത്തെ അന്വേഷിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കാൻ പ്രായമല്ല വേണ്ടത്, അതൊരു പാകമുണ്ട്. ക്ലേശരാഹിത്യത്തിലൂടെ, ക്ലേശത്തിലൂടെ വീണ്ടും ക്ലേശരാഹിത്യം എന്നുള്ളൊരവസ്ഥയ്ക്ക് വേണ്ടി വെമ്പുന്ന ഒരവസ്ഥയിൽ, ഈ ക്ലേശരാഹിത്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടി വരിക. ദൈവബോധ്യം എന്നുള്ളതോ ചെറിയ കാലത്തെ നമ്മളെ ഡിസിപ്ലിൻഡ് ആയി പോയാൽ, അത് എല്ലാ മതങ്ങളും അതിൽപ്പെട്ടവരെ ഡിസിപ്ലിൻഡ് ആകാൻ ശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരുന്നത്? ഇവൻ എന്തെങ്കിലും പോയി അന്വേഷിച്ചു പോയിട്ടുണ്ടാകേണ്ടതല്ല. ഈ ജീവിതകാലം മുഴുവൻ ക്ലേശരാഹിത്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അവൻ പഠിച്ചു പോകണം. അത് ഏത് സിസ്റ്റം ആയെങ്കിലും ശരി, മത സിസ്റ്റം ആണെങ്കിൽ ശരി, മതരഹിത സിസ്റ്റം ആണെങ്കിൽ ശരി, ദൈവ വ്യവസ്ഥയാണെങ്കിൽ ശരി, ദൈവാതീത വ്യവസ്ഥയാണ് ശരി, പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച്, ഉപരിവ്യവസ്ഥയുടെ നിയമങ്ങൾക്കനുസരിച്ച് അച്ചടക്കത്തിലൂടെ, ക്രമത്തിലൂടെ പോകുമ്പോഴാണ് ക്ലേശരാഹിത്യം ഉണ്ടാവുക എന്നത് അറിയുന്ന അപ്പനമ്മമാർക്ക് കുഞ്ഞുങ്ങളെ അതിലൂടെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അവർ അന്വേഷിക്കാതെ തന്നെ ആ പാത്തിലേക്ക് എത്തും. അപ്പോ അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ ആ പാകത്തിലേക്ക് ഇങ്ങനെ വളർന്നു വരും. അല്ലെങ്കിലോ ഇവരായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ പ്രകൃതി തന്നെ അവരവിടെ എത്തിച്ചോളും, ആ പാകത്തിലേക്ക് എത്തിച്ചോളും, ആവശ്യത്തിന് പണി കൊടുക്കും. യഥാർത്ഥത്തിൽ പ്രകൃതിയെ അറിയുന്ന അല്ലെങ്കിൽ അറിയാൻ അന്വേഷിക്കുന്ന, ഈശ്വരനെ അറിയാൻ അന്വേഷിക്കാൻ വേണ്ടി യോഗമുള്ള മുഴുവൻ ആളുകൾക്കും ആവശ്യത്തിന് പണി കൊടുത്തിട്ടാണ്, ക്ലേശങ്ങൾ കൊടുത്തിട്ടാണ് ക്ലേശരഹിതമായ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് പ്രകൃതി കാണിച്ചു കൊടുക്കുക. അതിനൊക്കെ മറുപടിയായിട്ട് ഈശ്വരൻ എന്നുള്ള പേരാണ് കൊടുക്കുക എന്ന് മാത്രം. ആ ഈശ്വരീയം എന്നുള്ളൊരു അവസ്ഥയെ അന്വേഷിക്കേണ്ടത് ആ കാലത്താണ്, ആ പ്രായത്തിലാണ്. അപ്പോൾ അന്വേഷിക്കാതെ തന്നെ അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചെറിയ കാലം മുതൽ തന്നെ ആ നിയോഗത്തിന്റെ വഴിയിലേക്ക് ചെന്ന് പറ്റണം. നല്ല അപ്പനും അമ്മയ്ക്കും പിറന്ന്, നല്ല സംവിധാനത്തിനകത്ത് പിറന്ന് നമ്മൾ അതിനനുസരിച്ച് ജീവിച്ചു. ഇല്ലെങ്കിലോ പ്രായം കുറച്ച് കഴിയുമ്പോൾ പ്രകൃതി നമ്മെ തന്നെത്താനെ അതിനോട് ചേർത്ത് എത്തിച്ചു നിർത്തും. അന്ന് നമ്മൾ അതിന് പാകമായിട്ട്, ഇത് അറിയാനുള്ള പാകമായിട്ടുണ്ടാവും. ഈ പാകമാകുമ്പോഴത്തെ ലക്ഷണങ്ങൾ എന്താണെന്നറിയും? നമുക്ക് ഇത് പറഞ്ഞു തരുന്ന സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തും. ഇപ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ പാകമായത് കൊണ്ടാണ്. എന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി വന്നാൽ പോലും ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പോലും ഇത് കേൾക്കാനുള്ള പ്രായമാകുന്നത് കൊണ്ടാണ്, പാകമാകുന്നത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിലോ
ഇത് കേൾക്കാൻ ഇവിടെ വരില്ല. ഇപ്പോൾ ഇത് വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ യൂട്യൂബിൽ ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചു പേര് ഇത് വന്ന് കേൾക്കും. അവർക്കും ഇത് അറിയാൻ പാകമാകുമ്പോഴാണ് അത് അവിടേക്ക് വരിക. ഞാൻ ഇതിലൊരു ടൂള്, ഇതുപോലെ ലോകത്ത് 1,900 ടൂളുകളുണ്ട്. ഒരുപാട് പേരുണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നവർ. അവരുടെ മുന്നിലേക്ക് നിങ്ങൾ എത്തിപ്പറ്റും. പതുക്കെ പതുക്കെ അതിലേക്ക് എത്തും. പതുക്കെ നിങ്ങൾ അതായിത്തീരും. ദൈവീകതയുടെ, അതായത് അതിജൈവികതയുടെ, അതായത് അതിസ്വാഭാവികതയുടെ ക്ലേശരഹിതമായ ഒരവസ്ഥയിലേക്ക് പോകുവാനുള്ള വഴക്കത്തിലേക്ക് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ജീവിതത്തെയും ഒക്കെ വഴക്കിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി വരാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ ആയിത്തീരും നിങ്ങൾ. അപ്പൊ അതിനുള്ള ഒരു ചുവടാണ് ഇവിടെ. അപ്പോ നമ്മളിവിടെ പറഞ്ഞു വരുന്ന അത് ചുരുക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തെ അന്വേഷിക്കാൻ പ്രായമല്ല, പാകമാണ് കാര്യം. ആ പാകം ചെറുപ്പത്തിലേ മുതൽ ആയി തുടങ്ങിയാൽ നമ്മൾ ആ വഴിക്കാവും. അതായില്ലെങ്കിൽ പ്രകൃതി നിങ്ങളെ അവിടെ കൊണ്ടെത്തിക്കും. വീട്ടുകാര് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാർ നിങ്ങളെ പഠിപ്പിക്കുന്നു പറയുന്നത് പോലെ നിങ്ങൾ തനിയെ അവിടെ എത്തുന്നില്ലെങ്കിൽ പ്രകൃതി നിങ്ങളെ അവിടെ എത്തിക്കും. അറിയേണ്ട കാലമാകുമ്പോൾ അത് അറിഞ്ഞുകൊള്ളും. അറിയേണ്ട സമയമാകുന്നതാണ് പാകം. ആ പാകത്തിന്റെ സമയത്താണ് ദൈവത്തെ അന്വേഷിക്കേണ്ടി വരിക. അത് പാകമായാലേ അന്വേഷിക്കൂ. പാകമായിട്ടില്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുക. നമ്മുടെ ധിഷണയോ നമ്മുടെ ധാർഷ്ട്യമോ ഒക്കെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് പോവുകയേയില്ല, അന്വേഷണത്തിന്റെ വഴി എത്തുകയേയില്ല. അപ്പോ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഒരു വഴിയിൽ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ അന്വേഷണത്തിന്റെ പാകം പ്രകൃതി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഈ ബോധ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടെത്തിച്ച് തുടർന്നുള്ള ചോദ്യങ്ങളിലൂടെ ബാക്കി വിശദീകരിക്കാമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.